Okay, dear students, ഇനി അസൈൻമെന്റ് കാര്യം ഞാൻ പറഞ്ഞു. ഈ നമുക്ക് ഒരു അസൈൻമെന്റ് നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് സബ്മിറ്റ് ചെയ്ത് നോക്കാം, എങ്ങനെയാണ് വരിക എന്ന് നോക്കാം. ഓക്കെ, ഞാൻ സെയിം സബ്ജക്റ്റിൽ തന്നെ ഹ്യൂമൻ അനാറ്റമി ആൻഡ് ഫിസിയോളജിയിൽ അസൈൻമെന്റ് 1 എന്ന ഐക്കണിലാണ് എത്തിയിരിക്കുന്നത്. ഞാൻ ഡെഫിനിഷൻ ആൻഡ് സ്കോപ്പ് ഓഫ് ഹ്യൂമൻ അനാറ്റമി ആൻഡ് ഫിസിയോളജി ഓൾറെഡി കംപ്ലീറ്റ് ചെയ്ത് ഞാൻ വാച്ച് ചെയ്തിട്ട് ടിക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ തന്നെ ടിക്ക് ചെയ്തതാണ്, ഓട്ടോമാറ്റിക് അല്ല. പക്ഷേ ഇനി ഭാവിയിൽ നിങ്ങൾക്ക് തന്നെ ഓട്ടോമാറ്റിക് ടിക്ക് വരും. ലെവൽസ് ഓഫ് സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ അത് ഞാൻ വാച്ച് ചെയ്തു. ഇനി ഞാൻ അതിൻ്റെ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാൻ പോവാണ്. അസൈൻമെന്റ് ക്വസ്റ്റ്യൻസ് എനിക്കറിയാം. ഡിഫൈൻ അനാറ്റമി ആൻഡ് ഫിസിയോളജി ഞാൻ ഡിഫൈൻ ചെയ്തിട്ട് എൻ്റെ നോട്ടിൽ അല്ലെങ്കിൽ എൻ്റെ പേപ്പറിൽ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. റൈറ്റ് അബൌട്ട് സ്കോപ്പ് ഓഫ് അനാറ്റമി ആൻഡ് ഫിസിയോളജി അത് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. റൈറ്റ് എ നോട്ട് ഓൺ ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ ഞാൻ 3 ഞാൻ എഴുതി കംപ്ലീറ്റ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ അതിൻ്റെ ഫോട്ടോ എടുക്കും അല്ലെങ്കിൽ അത് സ്കാൻ ചെയ്യും. അത് PDF ആയിട്ട് എപ്പോഴും നിങ്ങൾ PDF ആയിട്ട് സേവ് ചെയ്യാൻ ശ്രമിക്കുക. ഈ ഫോട്ടോ ആയിട്ടും സേവ് ചെയ്യാം. പലപ്പോഴും PDF ആയിട്ട് സേവ് ചെയ്യായിരിക്കും നല്ലത്. കൂടുതൽ MB അല്ലെങ്കിൽ കൂടുതൽ മെമ്മറി നമുക്ക് ലാഭിക്കാൻ ഏറ്റവും നല്ലത് PDF ആണ്. അത് മാത്രമല്ല, ഇനി പ്രിൻ്റ് ഔട്ട് എടുക്കാനോ അങ്ങനെ അല്ലെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് വ്യൂ ചെയ്യാനൊക്കെ ഏറ്റവും നല്ലത് PDF ആണ്. ഇനി ഇമേജ് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല, അത് അപ്ലോഡ് ചെയ്യാൻ പറ്റും. പക്ഷേ ഈസി ആയിട്ട് അപ്ലോഡ് ചെയ്യാൻ ഏറ്റവും നല്ലത് PDF ആണ്. ഞാൻ അത് PDF ആയിട്ട് എൻ്റെ കമ്പ്യൂട്ടറിൽ അല്ലെങ്കിൽ എൻ്റെ ഫോണിൽ ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ അസൈൻമെൻറ്റ് അത് അപ്ലോഡ് ചെയ്യാൻ പോവുകയാണ്. ഞാൻ അസൈൻമെൻറ്റ് എന്ന ആ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്തു. അപ്പോൾ എനിക്ക് അസൈൻമെൻറ്റ് 1 ആ ക്വസ്റ്റ്യൻസ് ഇവിടെ കാണാം. സബ്മിഷൻ സ്റ്റാറ്റസ് നോ അറ്റംപ്റ്റ്, ഞാൻ ഇതുവരെ സബ്മിറ്റ് ചെയ്തിട്ടില്ല. നോട്ട് ഗ്രേഡഡ്, എനിക്ക് ഗ്രേഡ് കിട്ടിയിട്ടില്ല, കാരണം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഗ്രേഡ് കിട്ടുള്ളൂ. ഓക്കെ, ഡ്യൂ ഡേറ്റ് മൺഡേ 21 ഡിസംബർ ആണ്. അതായത് മൺഡേ 21 ഡിസംബറിന് മുമ്പ് ഞാൻ സബ്മിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അത് പോകും. അപ്പോൾ അതുകൊണ്ട് ടൈം റിമൈനിങ് ഇവിടെ കാണിക്കുന്നുണ്ട്, 6 ദിവസമുണ്ട് ഇനിയും. പക്ഷെ ഞാൻ ഇപ്പോഴേ എനിക്കെല്ലാം കംപ്ലീറ്റ് ആണ് ഞാൻ സബ്മിറ്റ് ചെയ്യാൻ പോകുന്നത്. കുറച്ച് നേരത്തെ സബ്മിറ്റ് ചെയ്യാണ്. നേരത്തെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സാർമാർ അല്ലെങ്കിൽ മാഡംസിന് എനിക്ക് കുറച്ച് കൂടുതൽ മാർക്ക് തരാനുള്ള ചാൻസ് ഉണ്ട്. കാരണം നമ്മൾ കുറച്ചും കൂടി പങ്ക്ച്വൽ ആണല്ലോ. ഓക്കെ, അപ്പം ഞാൻ ആഡ് സബ്മിഷൻ എന്ന് ക്ലിക്ക് ചെയ്തു. ആഡ് സബ്മിഷൻ എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ എനിക്കിതുപോലെ ഒരു സ്ക്വയർ വരും, ഇവിടെ ആരോ മാർക്ക് വരും. ഞാനിവിടെ ആഡ് ഫയലിന് വേണ്ടി ആഡ് എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ചൂസ് ഫയൽ എന്നോട് ചോദിച്ചു. ചൂസ് ഫയൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനത് എൻ്റെ ഫയൽ ഞാൻ ഡെസ്ക്ടോപ്പിൽ എവിടെയോ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം എൻ്റെ ഡെസ്ക്ടോപ്പാണിത്. ഡെസ്ക്ടോപ്പിൽ നമുക്ക് ഞാൻ സേവ് ചെയ്ത ഫയല് ഓക്കെ ഒരു PDF ഫയലാണ്. ഞാൻ ഓപ്പൺ എന്ന് ക്ലിക്ക് ചെയ്തു. അപ്പോൾ ആ ഫയൽ ഇവിടെ വന്നിട്ടുണ്ട്. ഇനി ഞാൻ അപ്ലോഡ് ദിസ് ഫയൽ എന്ന് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ അപ്ലോഡ്, ഇപ്പോൾ എൻ്റെ ഫയൽ ഇവിടെ ഓണം എന്ന് പറഞ്ഞിട്ടൊരു ഫയലാണ്. ഞാൻ ഡമ്മി ഫയലാണ്, നിങ്ങൾക്ക് ഡെമോ കാണിക്കാൻ വേണ്ടി ഞാൻ ഡമ്മി ഫയൽ ഉണ്ടാക്കിയതാണ്. ഓക്കെ, അപ്പോൾ ആ ഫയൽ ഇവിടെ വന്നിട്ടുണ്ട്. ഫയൽ സ്ക്വയറിനകത്ത് വന്നു. ഞാൻ സേവ് ചേഞ്ചസ് എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, സേവ് ചേഞ്ചസ് എന്ന് കൊടുത്ത് ഇപ്പോൾ വന്നത് കണ്ടോ, സബ്മിഷൻ സ്റ്റാറ്റസ് സബ്മിറ്റഡ് ഫോർ ഗ്രേഡിംഗ് സ്റ്റാറ്റസ് നോട്ട് ഗ്രേഡഡ്. എൻ്റെ സബ്മിഷൻ സാർ കണ്ടിട്ടില്ല, സാർ കണ്ടു കഴിഞ്ഞാൽ ഗ്രേഡ് ഇടും. ഓക്കെ, ബാക്കിയുള്ള ഇവിടെ ഫയൽ സബ്മിഷൻ, ഇവിടെ ഫയലിൻ്റെ ഒരു ഫയൽ ഇവിടെ കാണാം, ഓണം ഔട്ടർ എന്നിട്ടൊരു ഫയലാണിത്. നിങ്ങൾക്ക് ഡമ്മി കാണിക്കാൻ വേണ്ടിയിട്ടൊരു ഫയലാണിത്. ഫയൽ സബ്മിഷൻ എന്നതിൽ കാണാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഈ ഒരു സെറ്റിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസൈൻമെന്റ് നമുക്ക് എഡിറ്റ് ചെയ്യാം. എഡിറ്റ് സബ്മിഷനുണ്ട്, റിമൂവ് സബ്മിഷനുണ്ട്. ചിലപ്പോൾ നിങ്ങൾ സാർമാർ എഡിറ്റ് സബ്മിഷനോ റിമൂവ് സബ്മിഷനോ ഉള്ള സെറ്റിങ്സ് തരില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു 2 ഐക്കണും കിട്ടില്ല. അപ്പോൾ എഡിറ്റ് സബ്മിഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്കിത് വീണ്ടും ഇവിടെ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പഴയ പോലെ തന്നെ വരും. ആ ഫയൽ ഇതുപോലെ ഇങ്ങനെ കാണും. നമുക്കിത് വേണമെങ്കിൽ ഇവിടെ ഡിലീറ്റ് ചെയ്യാം, ഇത് കളയാം, ക്യാൻസൽ ചെയ്യാം, ഒക്കെ ചെയ്യാം. ഓക്കെ, അപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ സബ്മിഷൻ റിമൂവ് ചെയ്യാം. റിമൂവ് എന്നുള്ള ബട്ടൺ അടിച്ചു കഴിഞ്ഞാൽ യു ഷുവർ യു വാണ്ട് ടു റിമൂവ് ദ സബ്മിഷൻ ഡാറ്റ. അതായത് എനിക്കിപ്പോൾ ഈ ഒരു അസൈൻമെൻറ്റ് വേണ്ട, ഞാൻ എഴുതിയത് തെറ്റിപ്പോയിട്ടുണ്ട്, എനിക്ക് വേറെ അസൈൻമെൻറ്റ് വേണം. അപ്പോൾ അതുകൊണ്ട് ആ റിമൂവ് എന്ന ബട്ടൺ അടിച്ചിട്ട് കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ റിമൂവ് ആയി പോകും. ഓക്കെ, അപ്പോൾ ഈ സെറ്റിങ്സ് നിങ്ങൾക്ക് എപ്പോഴും കിട്ടില്ല. അപ്പോൾ വൺസ് സബ്മിറ്റ് ചെയ്ത് വെച്ചാൽ വേറൊരു സെറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ സെറ്റിങ്സിൽ സാർ ഇതുപോലെ സെറ്റിംഗ് ചെയ്ത് വെച്ചുകൊണ്ടാണ് നിങ്ങൾക്ക് റിമൂവ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും പറ്റുന്നത്.
വേറൊരു സെറ്റിംഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വൺ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ സാർക്ക് റിക്വസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ സാർക്ക് റിക്വസ്റ്റ് ചെയ്യാൻ സാർക്ക് വേണമെങ്കിൽ അത് ഓപ്പൺ ചെയ്ത് തരാം. ഓക്കെ. ആൻഡ് ചിലതിൽ നമുക്ക് സബ്മിറ്റ് ചെയ്യാം, പക്ഷെ നമുക്ക് വീണ്ടും ഒരു അറ്റംപ്റ്റ് കൂടി അല്ലെങ്കിൽ 2 അറ്റംപ്റ്റ് കൂടി അല്ലെങ്കിൽ 3 അറ്റംപ്റ്റ് കൂടി നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ നമുക്ക് വീണ്ടും അറ്റംപ്റ്റ് ചെയ്യാം. ഓക്കെ. ഇവിടെ നമുക്ക് ആ ഇഷ്യൂ ഇല്ല. ഇവിടെ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് എഡിറ്റ് ചെയ്യാം അല്ലെങ്കിൽ റിമൂവ് ചെയ്യാനൊക്കെ ചെയ്യാൻ പറ്റും. ഓക്കെ. ഇതാണ് അസൈൻമെന്റ് നമ്മൾ എങ്ങനെ സബ്മിറ്റ് ചെയ്യാം എന്നുള്ളത് പറയുന്നത്. ഓക്കെ. അപ്പോൾ നമ്മളിപ്പോൾ ഒരു അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ. Are you sure you want to remove the submission? Yeah, okay, continue. ഞാനത് റിമൂവ് ചെയ്യാണ്. ഓക്കെ. എൻ്റെ ഡമ്മി ഫയലായത് ഞാൻ റിമൂവ് ചെയ്യാണ്. ഓക്കെ. അപ്പോൾ ഇതാണ് ഞാൻ വീണ്ടും ഡാഷ്ബോർഡ്. നമ്മൾ എപ്പോഴും പുറകോട്ട് അല്ലെങ്കിൽ ഹോമിലേക്ക് തിരിച്ചു വരണമെങ്കിൽ നമുക്ക് ഡാഷ്ബോർഡിന് ക്ലിക്ക് ചെയ്താൽ മതി. ഇപ്പോൾ ഇനി വീണ്ടും നമ്മൾ പഴയ സ്ഥലത്തേക്ക് എത്തി. ഞാൻ വീണ്ടും ഹ്യൂമൻ അനാറ്റമി ആൻഡ് ഫിസിയോളജി ഓപ്പൺ ചെയ്യുകയാണ്. അതിനകത്ത് ഞാൻ എൻ്റെ ഒരു ആക്ടിവിറ്റീസ് കംപ്ലീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒബ്ജക്റ്റീവ്സ് ആൻഡ് സിലബസ് ഒക്കെ വാച്ച് ചെയ്തിട്ടുണ്ട്, കംപ്ലീറ്റഡ് ആണ്. ഡെഫിനേഷൻ കംപ്ലീറ്റ് ആണ്. ലെവൽസ് ഓഫ് സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ കംപ്ലീറ്റ് ആണ്. ഞാൻ അസൈൻമെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ റിമൂവ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ അസൈൻമെൻറ്റ് ഇവിടെ എനിക്ക് ഓട്ടോമാറ്റിക്കലി ടിക്ക് വന്നിട്ടുണ്ട്. ഓക്കെ. ഓട്ടോമാറ്റിക്കലി എനിക്ക് ഇവിടെ ടിക്ക് വന്നിട്ടുണ്ട്. ദാറ്റ് മീൻസ് ഞാൻ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ടിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, ഓട്ടോമാറ്റിക്കലി ടിക്ക് വരും. കംപ്ലീറ്റഡ് എന്ന് വന്നു കഴിഞ്ഞു. ഓക്കെ. ഇതാണ് അസൈൻമെൻറ്റ്. ഇനി നമുക്ക് അറ്റൻഡൻസ് നോക്കാം. അടുത്ത ഐക്കൺ അറ്റൻഡൻസ് എന്നുള്ള ഐക്കണാണ്. ഓക്കെ. അറ്റൻഡൻസ് എന്നുള്ള ഐക്കൺ ഞാനിവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിവിടെ അറ്റൻഡൻസ് ഇന്നിപ്പോൾ മൺഡേ 12 AM to 11 AM അറ്റൻഡൻസ് ടൈം കഴിഞ്ഞു. എനിക്ക് അറ്റൻഡൻസ് ഇല്ല. അതുകൊണ്ട് ഇവിടെ ക്വസ്റ്റ്യൻ മാർക്ക് വന്നിരിക്കുന്നു. യൂസർ എൻറോൾമെൻറ്റ് സ്റ്റാറ്റസ് ഒക്കെ ഇവിടെ പറയുന്നുണ്ട്. എനിക്കിവിടെ അറ്റൻഡൻസ് മാർക്ക് ചെയ്യാനൊന്നും കാണുന്നില്ല, കാരണം എൻ്റെ സമയം അറ്റൻഡൻസ് മാർക്ക് ചെയ്യാനുള്ള സമയം കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ. ഇന്നിപ്പോൾ 14th ആണെങ്കിൽ കൂടി 11 AM വരെ എനിക്ക് സമയമുള്ളൂ. അപ്പോൾ നമുക്ക് അതിനകത്ത് അറ്റൻഡൻസ് ഇല്ല. ഇനി വേറെ ഏതെങ്കിലും അസൈൻമെൻറ്റ് വേറെ ഏതെങ്കിലും സബ്ജക്റ്റിൽ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യാനുണ്ടോ എന്ന് നമുക്ക് നോക്കാം. കാരണം ഇപ്പോൾ സപ്പോസ് നമ്മുടെ സാറുമാർ പറഞ്ഞു വേറൊരു സമയം പറഞ്ഞിട്ടുണ്ട്. ഇപ്പം എൻ്റെ അടുത്ത് സാറ് പറഞ്ഞിട്ടുണ്ട് അനാലിസിസിൽ. ഇപ്പം അനാലിസിസിൽ എനിക്ക് ഫാർമസ്യൂട്ടിക്കൽ അനാലിസിസ് ഞാൻ ക്ലിക്ക് ചെയ്തു. അതിനകത്ത് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് പോയപ്പോൾ എനിക്കൊരു അറ്റൻഡൻസ് ഇപ്പോൾ മാർക്ക് ചെയ്യണമെന്ന് എൻ്റെ അടുത്ത് അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനത് അറ്റൻഡൻസ് മാർക്ക് ചെയ്യാൻ വേണ്ടി നോക്കുകയാണ്. ഓക്കെ. 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 ഇവിടെ എനിക്ക് പ്രൈമറി ആൻഡ് സെക്കൻഡറി സ്റ്റാൻഡേർഡ്സിൻ്റെ ഒരു അറ്റൻഡൻസ് എന്നുള്ള ഐക്കൺ ഇവിടെ കാണുന്നുണ്ട്. ഞാനവിടെ അറ്റൻഡൻസ് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ അറ്റൻഡൻസ് ക്ലിക്ക് ചെയ്ത് ഞാനിപ്പോൾ അറ്റൻഡൻസ് മാർക്ക് ചെയ്യാനുള്ള സമയമാണ് 11:30 AM to 12:30 PM. എനിക്ക് അറ്റൻഡൻസ് മാർക്ക് ചെയ്യുന്ന സമയമാണ്. അറ്റൻഡൻസ് മാർക്ക് ചെയ്യുന്ന സമയമാണെങ്കിൽ നമുക്കിവിടെ സബ്മിറ്റ് അറ്റൻഡൻസ് എന്ന് കാണാം. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ സബ്മിറ്റ്, നിങ്ങൾ ഓൾറെഡി ഇതൊക്കെ ചെയ്തിട്ടുണ്ടാകണം, എന്നാൽ ഒന്നുകൂടെ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാനത് പറയുകയാണ്. സബ്മിറ്റ് എന്ന അറ്റൻഡൻസ് കാണാം. അപ്പോൾ സബ്മിറ്റ് എന്ന അറ്റൻഡൻസിനെ അവിടെ ക്ലിക്ക് ചെയ്യുന്നു. സബ്മിറ്റ് ചെയ്ത് 11 December 11:30 AM അറ്റൻഡൻസ് ആണ്. അത് എനിക്കിപ്പോൾ സബ്മിറ്റ് ചെയ്യാം. ഇപ്പോൾ എൻ്റെ പേര് ഇവിടെ കാണിക്കുന്നുണ്ട്. ടെസ്റ്റ് സ്റ്റുഡൻ്റ് എന്നാണെങ്കിലും നമ്മുടെ പേരാണ് അവിടെ കാണിക്കുക. ഇപ്പോൾ ഞാൻ ടെസ്റ്റ് സ്റ്റുഡൻ്റ് ആയതുകൊണ്ടാണ് ഇവിടെ അങ്ങനെ കാണിക്കുന്നത്. ഞാനിവിടെ പ്രസൻ്റ് ആണ് ഞാൻ പറയുന്നു. ഞാൻ പ്രസൻ്റ് ആണ്. ഓക്കെ. അല്ലെങ്കിൽ ഞാൻ ലേറ്റ് ആണ് എന്നാൽ ലേറ്റ് ആണ് കാണിക്കാം. എക്സ്ക്യൂസ് എന്തെങ്കിലും ഇപ്പോൾ ടൈം ചിലപ്പോൾ സാറ് പറഞ്ഞിട്ടുണ്ടാവും നിങ്ങൾ 12 PM വരെ അറ്റൻഡൻസ് ഉള്ളവർ പ്രസൻറ്റ് കൊടുക്കുക, അല്ലാത്ത അതിന് ശേഷം വരുന്ന ആൾ ലേറ്റ് എന്ന് കൊടുക്കുക. ഓക്കെ. ഇനി അത് കഴിഞ്ഞൊരു സമയം കൊടുക്കും, അപ്പോൾ എക്സ്ക്യൂസ് എന്ന് കൊടുക്കുക എന്ന് പറയും. ഓക്കെ. അപ്പോൾ അങ്ങനെ ആബ്സെൻ്റ് ആണെങ്കിൽ ആബ്സെൻ്റ് എന്ന് മാർക്ക് ചെയ്യാം. ഞാൻ ഇവിടെ പ്രസൻ്റ് ആണ്. അപ്പോൾ ഞാൻ പ്രസൻറ്റ് ചെയ്തതിന് ശേഷം ഞാൻ സേവ് ചേഞ്ചസ് എന്ന് കൊടുത്തു. അപ്പോൾ എനിക്ക് റെഗുലർ ക്ലാസ് സെഷനാണ്, ഞാൻ പ്രസൻ്റ് ആണ്. എനിക്ക് സാർ അറ്റൻഡൻസിൻ്റെ മാർക്ക് ഒരു പ്രസൻറ്റിന് എനിക്ക് 2 മാർക്കാണ്, 2 points ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ 2 out of 2 എന്നിവ കാണിച്ചിട്ടുണ്ട്. ഇവിടെ ഞാൻ സെൽഫ് റെക്കോർഡറാണ്. ഞാൻ എൻ്റെ അറ്റൻഡൻസ് ഞാൻ തന്നെയാണ് റെക്കോർഡ് ചെയ്യുന്നത്. എനിക്ക് പെർസെൻറ്റേജ് ഓഫ് അറ്റൻഡൻസ് ഇപ്പോൾ 100%. കാരണം ഞാൻ 2 മാർക്കിൽ 2 കിട്ടിയിട്ടുണ്ട്. എനിക്ക് 100 മാർക്ക് കിട്ടിയിട്ടുണ്ട്.
പിന്നെ അറ്റൻഡൻസ് മാർക്ക് ചെയ്ത് കഴിഞ്ഞു. അനാലിസിസിൽ തിയറി ബിയിൽ ഞാൻ അറ്റൻഡൻസ് മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ അറ്റൻഡൻസ് മാർക്ക് ചെയ്യുന്നതും അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യുന്നതും. അപ്പോൾ ഞാൻ വളരെ ബ്രീഫായിട്ട് എങ്ങനെയാണ് അറ്റൻഡൻസ്, അസൈൻമെൻറ്റ്, ക്ലാസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, ഇത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ആൻഡ് ഇനി എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ലാരിഫിക്കേഷന് വേണ്ടി ചോദിക്കാം. ഓക്കെ, താങ്ക് യു.